ഹരേ കൃഷ്ണ. ശ്രീരാമൻ വരുണദേവനെ പ്രാർത്ഥിക്കുന്ന കഥാഭാഗമാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞതിൻ്റെ ബാക്കിൽ ഭാഗമാണ് ഞാൻ പറയുന്നത്. 3 ദിവസം വരുണദേവനെ പ്രാർത്ഥിച്ചിട്ടും വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല ശ്രീരാമൻ്റെ മുൻപിൽ. അങ്ങനെ ശ്രീരാമൻ കോപാകുലനായി സാഗരത്തെ ലക്ഷ്യമാക്കി ഒരു അമ്പ് ചെയ്തു. ആ അമ്പ് കണ്ടപ്പോൾ വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ വരുണൻ പറയുകയാണ്, രാമചന്ദ്ര, അവിടുത്തെ കൽപ്പന അടിയൻ അവഗണിക്കുകയില്ല. പക്ഷേ ഇതൊരബദ്ധം പറ്റിയതാണ്. അടിയൻ പറയുന്നത് കേൾക്കാൻ ദയവായി അവിടുത്തേക്ക് ക്ഷമയുണ്ടാകണം. ദ്രുമകൽപ്പം എന്നൊരു പ്രദേശം ഉത്തരഭാഗത്തുണ്ട്. അവിടെ പാപികളായ ചില ദുഷ്ടന്മാർ അടിയനെ നിരന്തരം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഉടനെ അങ്ങയുടെ അടുത്ത് ഹാജരാവാൻ കഴിയാതിരുന്നത്. അതിനാൽ അടിയനെ ലക്ഷ്യമാക്കി തൊടുത്ത രാമബാണം ആ ദുഷ്ടന്മാരെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാലും. വരുണന്റെ നിർദ്ദേശപ്രകാരം രാമബാണം ദ്രുമകൽപ്പത്തിലുള്ള മഹാപാപികളെ നിഗ്രഹിച്ച ശേഷം മടങ്ങി വന്നു. മഹാസാഗരത്തിൽ സേതുബന്ധനത്തിനുള്ള സകല സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് വരുണ ഭഗവാൻ ഇങ്ങനെ ഉണർത്തിച്ചു: രാമദേവ, പഞ്ചഭൂതങ്ങൾ അവയുടെ നിയതമായ പ്രവൃത്തിയെ തന്നെ പിന്തുടരുന്നവയാണ്. സമുദ്രം അഗാധമാണ്. അതിൽ കടക്കുകയെന്നത് അതിനേക്കാൾ അഗാധമാണ്. അതിനാൽ സാഗരത്തെ അതിക്രമിച്ച് കടക്കാനുള്ളൊരു ഉപായം ഞാൻ പറഞ്ഞു തരാം. സമുദ്രം ശാന്തമായിരിക്കുന്ന അവസരത്തിൽ ആഴമില്ലാത്ത ഭാഗത്ത് നിന്ന് വേണം ചിറകെട്ടാൻ. അതിനു പറ്റിയ ശില്പിയാണല്ലോ നളൻ. ഈ നളനെന്ന് പറയുന്നത് വിശ്വകർമാവിൻ്റെ പുത്രനാണ്. അയാൾ തന്നെ ആ കർമ്മം ആദ്യം നിർവഹിക്കട്ടെ. അങ്ങയുടെ സേനകൾ ചിറകെട്ടി തീരുന്നത് വരെ ഞാനൊരു ശല്യവും ചെയ്യുകയില്ല. നളൻ എൻ്റെ മേൽ നിക്ഷേപിക്കുന്ന സകല വസ്തുക്കളെയും ഞാൻ അഗാധതയിൽ ആണ്ടുപോകാതിരിക്കാൻ താങ്ങി നിർത്തിക്കൊള്ളാം. വരുണൻ ഇത്രയും പറഞ്ഞു നിർത്തിയപ്പോൾ ശ്രീരാമൻ ചോദിച്ചു: വരുണ, വാനരവീരന്മാർ അനേകമുണ്ടെങ്കിലും നളന്റെ പേര് തന്നെ എടുത്തു പറയുവാൻ പ്രത്യേകിച്ച് വല്ല കാരണവും ഉണ്ടോ? അതേ ഭഗവാൻ, അവനൊരിക്കലും ഗംഗാനദിക്കരയിൽ ഗംഗാനദിക്കരയിൽ കളിച്ചു നടക്കുന്നതിനിടയിൽ ബ്രാഹ്മണർ പൂജിച്ചു കൊണ്ടിരുന്ന സാളഗ്രാമങ്ങൾ കാണാനിടയായി. ഉടനെ അവൻ അതെടുത്ത് ഗംഗാനദിക്കരയിൽ വലിച്ചെറിഞ്ഞ് രസിച്ചു. അവൻ്റെ ആ പ്രവൃത്തി കണ്ട് അന്തണന്മാർ കോപിഷ്ഠരായി. അവർ അവനെ ഇങ്ങനെ ശപിച്ചു: മേലിൽ നീ ജലാശയത്തിൽ എറിയുന്ന യാതൊരു വസ്തുവും വെള്ളത്തിൽ താഴ്ന്നു പോകാതെ കിടക്കട്ടെ. ആ ശാപം ഉപകാരമായി തീരുക തന്നെ ചെയ്യും. അതിനാൽ മറ്റു വാനരന്മാർ സംഭരിച്ചു കൊണ്ടുവരുന്ന പാറകളും കല്ലുകളും വൃക്ഷങ്ങളും തടികളുമൊക്കെ നളനെ കൊണ്ട് സമുദ്രത്തിൽ നിക്ഷേപിച്ചാൽ അത് പൊങ്ങിക്കിടക്കുക മൂലം സേതുബന്ധനം എളുപ്പമാകും.